നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പൈതൃക ഹോട്ടലാണ് ക്ലൂണി മാനർ റിസോർട്ട്. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നും വെറും 100 കിലോമീറ്റർ അകലെയും ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 15 മിനിറ്റ് അകലെയുമാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ ഊട്ടി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് 10 മിനിറ്റ് അകലെയും, അത് മാത്രമല്ല പ്രശസ്തമായ നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്നും അതേപോലെ തന്നെ ബോട്ട് ഹൗസിൽ നിന്നും 10 മിനിറ്റ് അകലെയാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഈ ബ്രിട്ടീഷ് മാനർ ഇപ്പോഴും ഇതുപോലെ ഇത്ര നല്ല ഭംഗിയിലും നല്ല വൃത്തിയിലുമാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതുപോലുള്ള ഹെറിറ്റേജ് ടൈപ്പിലും അതേപോലെ തന്നെ സാധാ ടൈപ്പിലുള്ള റൂംസും അവൈലബിൾ ആണ്. നമ്മൾ ഇപ്രാവശ്യം ഇവിടെ ഹെറിറ്റേജ് കുറച്ച് റോയൽ സ്റ്റൈലിൽ തന്നെ നിൽക്കാമെന്ന് കരുതി ഞങ്ങളിവിടെ ഒരു 3 റൂംസാണ് ഇപ്രാവശ്യം ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു റൂം. ഫസ്റ്റ് റൂമാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ റൂമാണ് ഫസ്റ്റ് റൂം കേട്ടോ. നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കാണുന്ന അകത്തേക്ക് കയറുമ്പോൾ പ്രവേശിക്കുന്ന റൂമുകൾക്ക് ഓരോ പേരുണ്ട്. കിങ്, ക്വീൻ, എംബറർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേരുകളാണ് ഓരോ റൂമിനും കൊടുത്തിരിക്കുന്നത്. നല്ല പ്രൗഢിയോട് കൂടി ഒരു റോയൽ സ്റ്റൈലിൽ തന്നെയാണ് എല്ലാ റൂമും ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് 1828 ബ്രിട്ടീഷ് സൈന്യത്തിലെ ക്യാപ്റ്റൻ മെക്ഫെർസൺ ആണ് ക്ലൂണി മാനർ നിർമ്മിച്ചത്. പിന്നീട് പാറ്റ്നയിലെ മഹാരാജാവ് അത് തൻ്റെ വേനൽക്കാല വിശ്രമ കേന്ദ്രമാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി പോകുന്ന അടുത്ത റൂമിലേക്കാണ്. അപ്പോൾ നമ്മൾ ഒരു റൂം കണ്ടു. ഇനി അടുത്തത് ഈ റൂമാണ്. ഇത് കിങ് ആണ്. ഇപ്പോൾ കിങ് റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റൂം തുറന്ന് നോക്കാം. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വ്യത്യസ്ത തരത്തിലാണ് റൂമുകൾ ചെയ്തിരിക്കുന്നത്. കിങ് റൂം ആയതുകൊണ്ട് ഇത് കുറച്ചുകൂടി വിശാലമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നിലെ ഡോർ വഴി നമുക്ക് അടുത്ത റൂമിലേക്കും അതുപോലെ പുറത്തേക്കും ഇറങ്ങാൻ പറ്റും. ഇതിനടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റും എല്ലാവരും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 വാതിലും തുറന്ന് നമുക്ക് മുന്നിൽ കൂടിയും പിന്നിൽ കൂടിയും നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ആ റൂം തുറന്നിട്ട് അടുത്ത റൂമിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത റൂമും ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഞങ്ങൾ 3 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത റൂമിലേക്ക് നമുക്കിനി ഒന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ എങ്ങനെയാണ് അവിടെ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ മുറി. ഇതും അതിൽ നിന്നും ഏകദേശം ഒരുപോലെ തന്നെയാണെങ്കിലും കുറച്ചുകൂടി മറ്റേ കിങ് റൂമിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഇത്തിരി കുറവാന്നേ ഉള്ളൂ. എങ്കിലും ഇതും അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു മുറി തന്നെയാണ്.
ആധുനിക സൗകര്യങ്ങളുള്ള ആഡംബരം നിറഞ്ഞ റൂമുകളും അതുപോലെ തന്നെ സ്യൂട്ടുകളും എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൂടാതെ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ബാറ്, പിന്നെ ഈ കാണുന്ന പോലെ മനോഹരമായ വിശാലമായ പൂന്തോട്ടം, പിന്നെ ലൈബ്രറി ഉണ്ട്, പിന്നെ ട്രക്കിംഗ് സൗകര്യം, കുതിരസവാരി പോലുള്ള എല്ലാ തരത്തിലുള്ള വിനോദ പ്രവർത്തനങ്ങളും ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഇനി നടക്കുമ്പോൾ നമുക്കിതിൻ്റെ പിന്നിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണുന്ന പോലെ തന്നെ ഇതാണ് മറ്റുള്ള മുറികൾ ഈ ഒരു റിസോർട്ടിലുള്ളത്. ഇതെന്ന് പറയുന്നത് ഓരോ മുറികൾക്കും അതിൻ്റേതായിട്ടുള്ള റേറ്റ് വ്യത്യാസങ്ങളുണ്ട്. ഹെറിറ്റേജ് വേറെ ഒരു പ്രൈസ്, പിന്നെ ഈ കാണുന്ന മുറികൾക്ക് മറ്റൊരു പ്രൈസ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നടന്നു വരുമ്പോൾ താഴത്തേക്ക് കാണുന്നത് വേറൊരു വില്ല ടൈപ്പ് മുറികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. താഴത്തേക്ക് ഇറങ്ങി പോകണം. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ വിശാലസുന്ദരമായ മറ്റൊരു ഭാഗം ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ബാർബിക്യൂ ഏരിയ, പിന്നെ അതേപോലെ തന്നെ ട്രയൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നാച്ചോ വാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്ലേ ഏരിയ ഉണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോവാം. മുകളിലേക്ക് നമ്മൾ നടക്കാൻ പോവുകയാണ്. ചെറിയൊരു ഫോറസ്റ്റിൽ കൂടെ നടക്കുന്ന നല്ലൊരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും.
1820-കളിൽ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഒരു ബംഗ്ലാവായിരുന്ന ഇത് ചെരിഞ്ഞ മേൽക്കൂരകൾ, മരത്തടികൾ, കൽഭിത്തികൾ എന്നിവയുള്ള കൊളോണിയൽ ശൈലിയിലുള്ള വാസ്തുവിദ്യ, ആധുനിക സൗകര്യങ്ങളുള്ള ആഡംബര മുറികളും സ്യൂട്ടുകളും എല്ലാതരം സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. കൂടാതെ സമീപ ആകർഷണങ്ങളെന്ന് പറയാൻ ഊട്ടി തടാകമുണ്ട്, പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ, പിന്നെ തൊട്ടപ്പേട്ട കൊടുമുടി, നീലഗിരി പർവ്വത റെയിൽവേ, അങ്ങനെ വിവിധ തരത്തിലുള്ള ആകർഷണങ്ങളും അടുത്തന്നെ ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ബാർബിക്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്യാമ്പ് ഫയറും ബാർബിക്യൂ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പ്രത്യേകിച്ച് അവരോട് പറഞ്ഞേൽപ്പിക്കണം. ഇതിന് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ ഭാഗത്തായിരിക്കും ഇതിവിടെ ചെയ്ത് തരുന്നത്. അതേപോലെ നമുക്ക് കഴിക്കാൻ ചിക്കൻ അങ്ങനെ വേണമെങ്കിൽ നമ്മളത് ഓൾറെഡി പറഞ്ഞു വെച്ചാൽ അവരത് കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. ഈ ഊട്ടി എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി യൂറോപ്പ് തന്നെയാണ്. എത്ര വട്ടം വന്നാലും എത്ര കണ്ടാലും അല്ലെങ്കിൽ എത്ര നമ്മൾ പോയാലും നമുക്ക് മടുക്കാത്ത നല്ലൊരു സ്ഥലം തന്നെയാണ്. അത് നമ്മൾ ശരിക്കും പറയുന്നത് മിനി യൂറോപ്പ് തന്നെയാണല്ലോ. കാരണം പണ്ടത്തെ കാലത്തൊക്കെ എത്ര മാത്രം ഷൂട്ടിങ്ങുകൾ, എത്ര സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ നാട്ടിൽ. പാട്ടുകളാവട്ടെ, സിനിമ, വീടുകൾ തന്നെ. ഇപ്പം നമ്മൾ കണ്ട ഈ ക്ലൂണി മാനർ പോലുള്ള ഒരുപാട് റിസോർട്ടുകൾ ഇങ്ങനെ സിനിമകൾക്ക് വേണ്ടിയിട്ട് വീടായിട്ടും ഒക്കെ അവരെടുത്തിട്ടുണ്ട്. അത്രയും നല്ല മനോഹരമായ സ്ഥലം. ഈ പറയുന്നത് ഞാൻ തന്നെ ഊട്ടിയിൽ പോയതിന് കണക്കില്ല, അത്രയും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് എല്ലാ വട്ടവും ഊട്ടിയിലൊന്ന് പോയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം അത് അത്രയും എന്താ പറയുക, നമുക്ക് മടുക്കാത്ത നല്ലൊരു സ്ഥലം തന്നെയാണ് ഊട്ടി എന്ന് പറയുന്നത്. ഊട്ടി എന്നത് ഹിൽ സ്റ്റേഷൻ ഊട്ടികമുണ്ട് എന്നതിൻ്റെ വെളിപ്പേരാണ്. ഇത് ഉദകമണ്ഡലം എന്ന പേരിൻ്റെ ചുരുക്കപ്പേരാണ്. മലകളിലെ വീട് എന്നർത്ഥം വരുന്ന തോടപദമായ ഒതുക്കൽമുണ്ട് എന്നതിൽ നിന്നാണ് ഉദകമണ്ഡലം എന്ന പേര് വന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഊട്ടിയുടെ മറ്റൊരു പേരാണ് ഉദകമണ്ഡലം എന്ന് പറയുന്നത്. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഊട്ടിയെ ഒരു വേനൽക്കാല റിസോർട്ടായി വികസിപ്പിച്ചെടുത്തു. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിലെ സഞ്ചാരികൾക്ക് ഒരു ജനപ്രിയ സ്ഥലമാണ് ഊട്ടി. തേയിലത്തോട്ടങ്ങൾ, പുഷ്പ പ്രദർശനങ്ങൾ, മനോഹരമായ കാഴ്ചകൾ എന്നിവയ്ക്ക് പേര് കേട്ടതാണ് ഊട്ടി. ഊട്ടി ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്നും അറിയപ്പെടുന്നുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഇതിന് ഈ ഒരു വിളിപ്പേര് നൽകിയത്. കുറിഞ്ഞി പുഷ്പം ചെരുവുകൾക്ക് നീല നിറം നൽകിയതിനാൽ നീലഗിരികൾ, നീലപർവ്വതങ്ങൾ എന്ന പേരിലും നമ്മൾ ഊട്ടിയെ അറിയപ്പെടുന്നുണ്ട്. ഊട്ടി യഥാർത്ഥത്തിൽ ഒരു ഗോത്രവർഗ ഭൂമിയായിരുന്നു. ഈ സ്ഥലത്തെക്കുറിച്ച് ആദ്യമായി അറിയപ്പെടുന്ന ലിഖിത പരാമർശം 1821 ഒരു അജ്ഞാത ലേഖകൻ മദ്രാസ് ഗസറ്റിന് എഴുതിയപ്പോഴാണ്. 1827 ഊട്ടി മദ്രാസ് പ്രസിഡൻസിയുടെ ഔദ്യോഗിക വേനൽക്കാല തലസ്ഥാനമായി മാറി. ദക്ഷിണേന്ത്യൻ ജനതയുടെ ആധിപത്യമുള്ള ഒരു സംയോജിത സംസ്കാരവും പാരമ്പര്യവും ഊട്ടിയിലുണ്ട്. ശക്തമായ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സ്വാധീനവും ഇതിന് ഭാഗികമായി അനുഭവപ്പെടുന്നു. ഊട്ടിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ സഞ്ചാരികൾ പെരുകിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഊട്ടി എന്ന് പറയുന്നത്. അതായത് നമുക്ക് എപ്പോൾ നോക്കിയാലും ഊട്ടിയിൽ തിരക്ക് കുറഞ്ഞ ഒരു സമയം പോലും നമ്മൾ കാണുന്നില്ല. തണുപ്പ് സമയത്താണെങ്കിലും അതല്ല സമ്മർ ടൈമിലാണെങ്കിലും പോലും ഊട്ടിയിൽ ഇങ്ങനെ സഞ്ചാരികൾ നിറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അത്ര നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഊട്ടി എന്ന് പറഞ്ഞാൽ. ഊട്ടിയെ വർണ്ണിക്കാൻ സത്യം പറഞ്ഞ വാക്കുകളില്ല. അത്രയും മനോഹരം നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വ്ളോഗായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.